ബൈബിൾ ഇൻസൈഡ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർ എത്രത്തോളം തിരുവചനത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ 50-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ, വേദ അധ്യാപകനും ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരവുമായ മറുപടി തന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഇന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് ലഭിക്കും എന്ന് കാണുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം ലിറ്ററൽ മീനിങ്ങിലാണോ എടുക്കേണ്ടത് എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. തുടരുന്നു: നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി കിട്ടുന്നില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ആഴമായ അർത്ഥം എങ്ങനെയാണ്? ഓക്കെ, നമ്മുടെ ചോദ്യകർത്താവ് ഒരു 1.5 ചോദ്യം ചോദിച്ചിരിക്കുക. കിടക്കണം നിന്ന് ഏതായാലും ഒരു വഴിക്ക് പോകില്ല, ഇരിക്കട്ടെ. ഗംഭീരമായിട്ടങ്ങ് ചോദിച്ചു. പ്രോബ്ലം എന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ മറുപടി തീരത്തില്ലെന്നുള്ളതാണ്. പുള്ളിക്ക് ചോദ്യം അടിച്ചിട്ടങ്ങ് പോകാം. ബട്ട് ദ ആൻസർ ഈസ് മച്ച് ലാർജർ ദാൻ ദ ക്വസ്റ്റ്യൻ. നമ്മളുടെ വിശുദ്ധ തിരുവെഴുത്തുകളിലെ അനേക വാക്യങ്ങളും നമ്മൾ ഈ സിംഗിൾ ഔട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതിൻ്റെ പിന്നിലൊരു ലാർജ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കതിൻ്റെ മേളിലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ മതി. ഒരുപാടെടുത്തും ചിലയിടത്ത് മേളിലുള്ള ഭാഗം വായിച്ചുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ ബൈബിളിന് പുറത്ത് പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ബൈബിളിന് പുറത്ത് പോകണ്ട. ഇവിടെ ഒന്നാമത്തെ കാര്യം, 2 പേര് തമ്മിൽ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉള്ളപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു, നിനക്കൊന്നും പറയാം, എനിക്കൊന്നും ഇല്ലെന്ന് പറയാമില്ല, അവനുണ്ടോ നീ നോക്കണം. ഉണ്ടെങ്കിൽ നീ സഹോദരൻ്റെ അടുത്ത് ചെന്ന് നിരപ്പ് പ്രാപിക്കണം. അവൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറല്ലെങ്കിൽ നീ സഭയിലെ മൂപ്പന്മാരെ കൊണ്ടുപോകണം. അവരും തയ്യാറാകുന്നില്ല. അവർ സംസാരിച്ചിട്ട് ഇദ്ദേഹം തയ്യാറാകുന്നില്ല. ഇതാണ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ സഭയ്ക്ക് ദൈവം ചില അധികാരം കൊടുത്തിട്ടുണ്ട്, കെട്ടുവാനും അഴിക്കുവാനും. ചില പ്രോബ്ലംസിനെ ബന്ധിക്കാൻ സഭയ്ക്ക് കൊടുത്ത അധികാരമാണ്. ചില പ്രോബ്ലംസിൽ നിന്ന് ആളുകളെ വിശ്വാസിയെ റിലീസ് ചെയ്യാനും സഭയ്ക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി ഒരു പരിധിക്കപ്പുറം മിസ്ബിഹേവ് ചെയ്താൽ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്, അല്ലേ? ഇനിയും ഗ്രോസ് മിസ്റ്റേക്കാണ് അവൻ ചെയ്തതെങ്കിൽ അവൻ കോർട്ടിൽ പോയാൽ പോലും കോർട്ട് ഒരെണ്ണോ ആ അധ്യാപകന് നിന്നെ അവിടെ നിന്ന് പുറത്താക്കാനുള്ളതായിട്ടുണ്ട്. യു കനോട്ട് സ്റ്റഡി അണ്ടർ ഹിം ഓർ ഇൻ ദാറ്റ് കോളേജ്. യു കനോട്ട്, നിനക്ക് കോളേജ് പഠിക്കാൻ പറ്റത്തില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. എന്ന് പറഞ്ഞാൽ അവൻ വഴി പോകുമ്പോൾ അവൻ്റെ ചെവിക്കുറ്റി കടിക്കാൻ എനിക്ക് അധികാരമില്ല. അവൻ്റെ വീട്ടിൽ പോയി ചീത്ത കുടിക്കാൻ എനിക്ക് അധികാരമില്ല. എൻ്റെ ഡൊമൈനാണ് എൻ്റെ ക്ലാസ് റൂം. അതിനകത്ത് മിസ്ബിഹേവ് ചെയ്താൽ
ഉം. എനിക്ക് അവന് ചില വാർണിങ്സ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഉം. ഇതിൻ്റെ എല്ലാ വാർണിങ്സും തീർന്നു കഴിയുമ്പം ഐ കൻ ടെൽ ഹിം ഗെറ്റ് ഔട്ട്. ഉം. ഒരു സഹോദരൻ നിന്നോട് പഴച്ചു, ഉം. നീ എന്ത് ചെയ്യണം? നീയും ആ സഹോദരനും തമ്മിൽ കൂടെ ഉള്ളപ്പോൾ അവിടെ ചെന്ന് പറയണം, പറഞ്ഞ് പരിഹരിക്കണം. പറഞ്ഞ് പരിഹരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സഹോദരനോട് അങ്ങ് വിട്ടുകള, അങ്ങ് ക്ഷമിച്ചേര്. ഉം. ക്ഷമ ചോദിക്കാനല്ല കർത്താവ് പറഞ്ഞത്, ഓക്കെ. ആ. ക്ഷമിക്കാനല്ല പറഞ്ഞത്. ഉം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മാമനോട് ഒരു ഗ്രോസ് മിസ്റ്റേക്ക് ചെയ്തു. ഉം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉം. നിങ്ങളുടെ സ്കൂട്ടർ മോട്ടിച്ചുകൊണ്ട് പോയി, ഉം. എന്നിട്ട് അതുകൊണ്ട് വിറ്റു. ഉം. ഉം. കുറ്റബോധം വന്നു. ഉം. എന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ സ്കൂട്ടർ മോട്ടിച്ച് പോയി, ക്ഷമിക്കണം. എടാ, നിന്നോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ആ സ്കൂട്ടർ തിരിച്ചുകൊണ്ട് കൊടുക്കണം, ഉം. അല്ലേ? അതെ, അതെ. അപ്പം എന്ത് തെറ്റ് നീ ചെയ്തു എന്ന് അവന് തോന്നുന്നുവോ, നീ ചെയ്തെന്ന് അവന് തോന്നുന്നു, ആ തെറ്റ് നീ എന്ത് ചെയ്യണം? ഉം. ആ തെറ്റ് നീ അക്സെപ്റ്റ് ചെയ്യണം. നീ ചെയ്ത തെറ്റാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. ഉം. അതിനുശേഷം സഹോദരനോട് പറയേണ്ടത്, സഹോദര, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, ഉം. അതുകൊണ്ട് ഇനി എന്ത് ശിക്ഷയാണ് നീ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉം. ഡു ഇറ്റ്. ഞാൻ റിസീവ് ചെയ്യാൻ തയ്യാറാണ്. ഉം. നിനക്ക് എൻ്റെ ചെവി കുറ്റിക്ക് 2 അടി അടിക്കണം, അടിച്ചു. ഉം. അതല്ല, 1000 രൂപ നീ എന്നെ ശിക്ഷിക്കുക, ഉം. ഞാനത് അടയ്ക്കാം. ഉം. ഇനി മറ്റൊന്ന് നീ പറയുന്നത്, നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ പോകേണ്ടി ഒരു അപ്പത്തിൻ്റെ അവകാശികളാണ്, അല്ലേ? ഒരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ഉം. അപ്പം നീ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. ഇതിനാണ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത്. വിഷയം ചോദിക്കാനല്ല. ഉം. അപ്പൊ ഈ സഹോദരൻ പറയുക, ബാബു, ഞാനത് മനഃപൂർവ്വമായി ക്ഷമിച്ചിരിക്കുന്നു, ഉം. ഞാൻ മനഃപൂർവ്വമായി ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് അതിനകത്തൊന്നുമില്ല, എനിക്ക് ഒരു ശിക്ഷയും നിന്റെ മേൽ നടപ്പാക്കാനില്ല. അപ്പോൾ സ്വർഗം, ദൈവം, ഇനി എനിക്കാണോ കുഴപ്പം? ഉം. ഇനി എനിക്കാണോ കുഴപ്പം? എന്ത് ചെയ്തു? ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ എൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറല്ല. ഉം. അപ്പം ഞാൻ എന്ത് ചെയ്തു? സഭയിലെ മൂപ്പന്മാരുമായിട്ട് പോയി. ഉം. അവർ രണ്ടുപേരും എടുത്തിട്ട് പറഞ്ഞു, ലുക്ക്, ഇന്ന കാര്യങ്ങളിൽ നീ ബാബുവുമായിട്ട് രമ്യതപ്പെടണം. ഉം. രമ്യത പറഞ്ഞാൽ, ബാബു നിന്നോട് തെറ്റ് ചെയ്യാൻ തോന്നിയെങ്കിൽ നീ ശിക്ഷ പറഞ്ഞു, ഉം. നീ ശിക്ഷ നടപ്പാക്കിക്കൂ, ഉം. ഇല്ലേ? അവൻ പറയാം, നോ, അവനുമായിട്ട് മരണം വരെ എനിക്ക് ബന്ധമില്ല ഉം. എന്ന് പറയുമ്പോൾ ഇനി സഭയ്ക്ക് ദൈവം കൊടുത്ത അധികാരമാണ്. ഉം. രണ്ടുപേരും ഐകമത്യപ്പെട്ടു, ഉം. രണ്ടുപേരും റിക്കൺസൈൽ ചെയ്തു. ഉം. റിക്കൺസൈൽ ചെയ്ത് എൻ്റെ മുമ്പിൽ പറയാം, യേസ് കർത്താവേ, പിതാവേ, ഞങ്ങൾക്ക് ഇനി ആ പ്രോബ്ലം ഇല്ല. ഉം. അപ്പം ദൈവം പറഞ്ഞു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഉം. ഏത് കാര്യത്തിലാണെങ്കിലും. ഓക്കെ. അപ്പം ആ. ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഒരു പ്രോബ്ലമാണിത്. ഉം. രണ്ടുപേര് ഐകമത്യപ്പെടുന്ന ഏത് കാര്യത്തിലും ഉം. പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. ഉം. വിഷയം മനസ്സിലായി എന്താന്ന്? ഉം. അവർക്ക് തമ്മിലൊരു പ്രോബ്ലം ഉണ്ട്. നിരപ്പാണ്. ഉം. ആ നിരപ്പായി കഴിഞ്ഞാൽ രണ്ടുപേരും ഐകമത്യപ്പെടുന്ന ഏത് കാര്യത്തിൽ, ഉം. അവർ തമ്മിൽ പ്രശ്നമുള്ള കാര്യത്തിൽ, മനസ്സിലായേ? ഉം. ഞാൻ എന്നെ ഒരാൾ വിളിച്ചു, പാസ്റ്റർ, എനിക്ക് തീരെ സൗഖ്യമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങോട്ട് ചെന്നു, ഞാനും ബ്രദറും കൂടെ ഐക്യമത്യപ്പെടാൻ പോവാം, ഉം. പ്രാർത്ഥിക്കും, ഇപ്പം സൗഖ്യം വരണം. ഉം. ആ കോണ്ടെക്സ്റ്റ് അല്ല അത്, ഇല്ല. ഉം. ഉം. മനസ്സിലായേ? അതെ, അതെ. മോക്കൊരു കല്യാണം, ചെറുക്കൻ അമേരിക്കയില നടക്കണം. പക്ഷെ അവർ വലിയ വീട്ടുകാരും പൈസ കുതികാരും നടക്കുന്നത്, നമുക്ക് അത്രയില്ല.
ഉം. അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചു, ഭാര്യയും ഭർത്താവും കൂടെ, ഈ രണ്ടുപേര് ഐകമത്യപ്പെട്ട് ഏത് കാര്യം ചോദിച്ചാലും പിതാവ് പുത്രൻ പുത്രന് ചെയ്തു തരും. രണ്ടുപേരും കൂടെ ഐകമത്യപ്പെട്ടിരുന്ന് അമേരിക്കക്കാരൻ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എന്റെ പൊന്നു മത്തായിച്ചേട്ടാ, നിങ്ങൾ ഈ വാക്യം ദുരുപയോഗപ്പെടുത്തിയതാ. ഉം. ഇത് അവിടെ ബാധകമല്ല. ഉം. നമ്മൾ പലപ്പോഴും ഉപവാസ പ്രാർത്ഥന വെച്ചു, ഉം. നമുക്കെല്ലാം കരങ്ങളെ ചോർത്ത് പിടിച്ച് പരമപകരം ഐക്യത, ഉം. കരങ്ങളെ കോർത്ത് പിടിച്ച് ഐക്യത. ഐക്യത്തോടെ എന്നിട്ട് നമ്മൾ ഒറ്റ ഫലത്തോട്, കർത്താവ് ഞങ്ങളുടെ ഈ വാടക ബിൽഡിംഗ് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ ദൈവം അനുവദിക്കണം. ഉം. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ഈ എൻ്റെ ഈ ടോക്ക് അവർ കേൾക്കും കേട്ടോ, ഉം. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയാത്ത ഉം. ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ ചെന്നു. ഉം. അപ്പോൾ ശനിയാഴ്ച മുഴുവൻ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് ഞായറാഴ്ച എന്നോട് സഭായത്തിന് പാസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സഭായത്ത് അറ്റൻഡ് ചെയ്തപ്പം ഒരു വാടക ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. ഉം. ഇത് നടക്കുന്നത് ഇയർ 2007 ആണ്. 2007 കേട്ടോ. ഉം. അവർ വാടക ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. ഉം. അപ്പോൾ ഈ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ഈ സഭായം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഈ ഹോളിൻ്റെ 4 വശത്തോട്ടും ഇതെല്ലാവരും ഈ കൈവച്ച് സഭായത്തിൽ കൈവച്ച് Okay. ഒരു കൈവച്ച് കൊണ്ട് ഭിത്തിയെ പിടിക്കുക, മറ്റേ ഉം. കൈ കൊണ്ട് അടുത്ത സഹോദരനെ പിടിക്കുക. അങ്ങനെ മുഴുവൻ പേര് ഐക്യപത്യപ്പെട്ടു. ഐക്യപത്യപ്പെട്ട് ഈ ബിൽഡിംഗ് യേശുവിൻ്റെ നാമത്തിൽ അധികാരം പറഞ്ഞ് ക്ലെയിം ചെയ്യുക. കാര്യം രണ്ടുപേര് ഐക്യപത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും തരാം. ഇപ്പം തരാം. രണ്ടുപേരല്ല, ഒരു കോൺഗ്രിഗേഷൻ മുഴുവൻ ഐക്യപത്യപ്പെട്ടില്ലേ. അതെ. ഉം. 2007 ശേഷം ഇപ്പം 2026 ആയില്ലേ. 19 വർഷമായി. ഇന്ന് വരെ ഉം. അവർ ആ ബിൽഡിംഗ് മേടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഉം. ഒരു ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടി അല്ല രണ്ടുപേര് ഐക്യപത്യപ്പെടാൻ പറഞ്ഞത്. ഉം. ഇത് ആരോട് ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണെന്നുള്ള ആദ്യം അങ്ങ് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഈ രണ്ടുപേരെ ഐക്യപത്യത്തിൽ പല കാര്യങ്ങളും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. രണ്ടുപേരെ ഐക്യപത്യപ്പെട്ടാല് തേങ്ങ മുട്ടിക്കുമ്പം ഇവിടുത്തെ തെങ്ങേക്കൊരു മറ്റൊരാരെങ്കിലും വരുന്നുണ്ട് നോക്കുന്നത് അല്ലേ. രണ്ടുപേരും ഐക്യപത്യപ്പെട്ട് വീട് ഭവനഭേദനം ചെയ്യുമ്പോൾ ഉം. രണ്ടുപേരും ഐക്യപ്പെട്ട് കാളെ മുട്ടിക്കുമ്പം ഇതൊക്കെ ശരിയാ. ഈ കോണ്ടെക്സ്റ്റ് അതല്ല. ഉം. ഇനിയും ഇയാള് പറയാൻ നോ, ഞാൻ വഴങ്ങത്തില്ല. ഉം. അപ്പൊ സഭയ്ക്ക് ഇനിയും ദൈവം കൊടുത്തൊരു അധികാരമുണ്ട്. എന്ത്? ശ്രദ്ധിച്ചോണേ, Yes. നമ്മളുടെ കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ ഉം. ഡീറ്റെയിൽസ് എടുത്തിട്ട് ഉം. അവൻ്റെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സ്റ്റുഡൻ്റ് ID, സ്റ്റുഡൻറ് നമ്പർ, യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്, Yes. അല്ലേ? ഇതുപോലെ കിങ്ഡം ഓഫ് ഗോഡിൽ നിനക്കുള്ള മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ സഭയ്ക്ക് അധികാരമുണ്ട്. ഉം. യു ആർ ഔട്ട്. ഉം. നമ്മൾ പറഞ്ഞ രക്ഷയുടെ സുവിശേഷം കേട്ട് ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വന്നു കഴിയുമ്പോൾ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ എൻറ്റിറ്റിയിൽ അയാൾക്ക് പ്രവേശനം കൊടുത്ത് സഭയുടെ ഭാഗമാക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇതേ ദൈവം എന്ത് അധികാരവും തന്നിട്ടുണ്ട്? അതിനെ അഴിക്കുവാൻ. ഇതിനകത്ത് പുറത്താക്കാൻ അധികാരമുണ്ട്. അപ്പൊ സഭ കൂടി അവനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി 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 സീരിയസ് ഇഷ്യൂ. Yeah. വെരി 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 സീരിയസ് ഇഷ്യൂ. ഉം. ദൈവസഭ അവനെ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പിന്നെ പോക്ക. കാരണം ഒന്ന്, ഇനി അവൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല സ്വർഗത്തിലുണ്ട്. Yes. ഉം. രണ്ട്, അവൻ അന്യനും പുറജാതിക്കാരനുമാണ്. എന്താ ഒരു പോലെ കാര്യത്തിൽ ദൈവത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഉം. മൂന്ന്, the devil can do anything in his life.
ഉം. എന്തും ചെയ്യാം അവന്റെ ജീവിതത്തിൽ. ഉം. സാത്താന് ഉം. അവൻ ഹോപ്പ്ലെസ്സാ. ഉം. ദർ ഇസ് നോ ഹോപ്പ് അബൌട്ട്. അപ്പം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ സ്വർഗത്തിൽ. അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം, നിങ്ങൾ ഉം. രണ്ടുപേരും കൂടി ഇപ്പം സഭ വരുന്നില്ല, ഉം. രണ്ടുപേരും കൂടി ഐക്യമത്യപ്പെട്ടു. ഉം. സഹോദരാ, എനിക്ക് നിന്നോടൊന്നുമില്ല, ഭാരം ഉം. ഉണ്ടായിരുന്നു മുഴുവൻ മാറി ഉം. എന്ന് പറയുമ്പോൾ അവരുടെ ആ തീരുമാനം ഉം. ദൈവം കൈക്കൊണ്ടു. ദൈവം സാക്ഷിയാ. ഉം. പറയാ, ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം, ഉം. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു സഭയുടെ അംഗമായിട്ട് പോകണം. ഗോഡ് സേസ് യെസ്, ഉം. ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഉം. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് എന്നോട് ചോദിച്ചില്ലയോ? ഉം. ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഉം. ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഉം. ഇതുപോലെ സഭയുടെ മൂപ്പന്മാർ വന്നിട്ട് ഉം. വെറുതെ പറഞ്ഞ് നിന്നെ പുറത്താക്കാൻ പോവാ. XYZ, നീ സഭയ്ക്ക് കീഴ്പ്പെടുന്നില്ല. ഉം. സഭയ്ക്ക് കീഴ്പ്പെടുന്നില്ല എന്ന കാരണം കൊണ്ട് നിന്നെ പുറത്താക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട്. ഉം. അധികാരം ഉപയോഗിച്ച് സഭ നിന്നെ പുറത്താക്കാൻ പോവാ. ഉം. സഭ നിന്നെ പുറത്താക്കാൻ പോകുന്ന സഭ പുറത്താണ്. നിങ്ങൾ ഉം. ഭൂമിയിൽ കെട്ടിയത് സ്വർഗത്തിൽ സ്വർഗത്തിലും കെട്ടും. കെട്ടപ്പെട്ടു, ഉം. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഉം. സ്വർഗത്തിലും അഴിഞ്ഞു. ഉം. ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഉം. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും എല്ലാം കേൾക്കും. ഉം. കേട്ടിട്ടില്ല എന്നുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അർത്ഥം ഞാൻ മുമ്പ് വേറൊരു വീഡിയോ പറഞ്ഞു, നമ്മുടെ അത് പറഞ്ഞാണ്. യേശു എന്തുവാ ജീവിച്ചത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? യേശു ജീവിച്ചതുപോലെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നുണ്ട് ആണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങയുടെ പുത്രനായ യേശുവിനെ പോലെ ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോൾ പ്രാർത്ഥന കേൾക്കും. ആ കോൺഫിഡൻസ് നിനക്കില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ വിഷയങ്ങളും മറുപടിയുടെ ഡിസേർവിങ്ങും. ഉം. നീ പഠിച്ച പ്രാർത്ഥന ഉം. അതെന്താ, എന്തിനു വേണ്ടി ഇത് പ്രാർത്ഥിച്ചത്? ഉം. ഹൗ ഡിസേർവിങ് ആർ യു? ഹൗ ഡിസേർവിങ് ആർ യു? അത് പ്രാപിക്കാനുള്ള യോഗ്യത. യോഗ്യത. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മാനേജ്മെന്റ് കോളേജസ് ഉണ്ടല്ലോ. ഉം. ഇപ്പൊ സിംഗിൾ മാനേജ്മെന്റ് ഉണ്ട്, ഉം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർത്തോമ മാനേജ്മെന്റ്, കാത്തോലിക് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ മാനേജ്മെന്റ് എടുക്കാം. ഒരാളിൻ്റെ കോളേജാണ്, പുള്ളി വലിയ പണക്കാരനാണ്, ഉം. പുള്ളിക്ക് ഒരു മോനുമുണ്ട്. മോൻ പള്ളിക്കൂടത്തിൽ പറഞ്ഞു, അപ്പം പറഞ്ഞു, മോൻ പഠിച്ച് പാസ്സായിട്ട് ഈ കോളേജിൽ ലെക്ചറായിട്ട് കയറി എത്രയും പെട്ടെന്ന് പ്രൊഫസറായി കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആകേണ്ടതാണ്. ഇത്രയും വലിയ സന്തോഷമായി. ഉം. ഇവൻ ഇതും പറഞ്ഞ് നാട്ടുകാരോടെല്ലാം പറഞ്ഞു കൊടുക്കും, എൻ്റെ പപ്പായുടെ കോളേജ്, എല്ലാവർക്കും നാട്ടുകാരല്ലേ ഇവൻ്റെ അപ്പൻ്റെ കോളേജ് എന്നറിയാം, ഉം. ഇവനവിടെ കിട്ടുമെന്നറിയാം. പറഞ്ഞു 10ാം ക്ലാസ്സിലെ തോറ്റു. ഉം. 3-4 കൊല്ലം സെപ്റ്റംബർ എഴുതിയ ജീവൻ അവസാനം 10ാം ക്ലാസ്സിൽ കയറി. പ്രീ ഡിഗ്രിക്ക് ഇവൻ 5-8 പ്രാവശ്യം എഴുതിയിട്ടും നിരങ്ങി. ഉം. ഡിഗ്രിയുടെ കാര്യം പിന്നെ പറയണ്ട, ഉം. പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായുമില്ല. ഉം. പക്ഷേ അപ്പോഴത്തേക്ക് കോളേജിൽ വേക്കൻസി വന്നു, ഉം. വേക്കൻസി അഡ്വർടൈസ് ചെയ്തു, ഉം. ഒരുപാട് പേര് അപേക്ഷിച്ചു. ഇവൻ അപേക്ഷിക്കുക മാത്രമല്ല, അമ്മയെ കൊണ്ട് പറഞ്ഞ, അമ്മയെ അപ്പനോട് പറ ഈ പ്രാവശ്യം ലെക്ചർഷിപ്പ് എനിക്ക് തരാമെന്ന് പറ. എടാ, അതിന് നീ അത് MSc പാസ്സായി, അത് ഞാൻ പാസ്സായിക്കോളാം, ഉം. അത് ഞാൻ പാസ്സായിക്കോളാം, എനിക്ക് തന്നേച്ചാൽ ഞാൻ പാസ്സായിക്കോളാം. ഇവൻ്റെ അമ്മയും കൂടെ എത്ര കൈയും കാനോട്ട് അടിച്ചാലും ഇവനിത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറ്റാത്തത്? അവൻ അയോഗ്യൻ. ഡിസേർവിങ് അല്ല. ഉം. ഇവൻ അപ്പൻ്റെ മോനാണോ? ആന്നു. വീട്ടിലുണ്ടാക്കുന്ന കപ്പ മുഴുവൻ അവൻ തിന്നു, ഉം. മീൻകറി ചട്ടിയോടെ എടുത്തുകൊണ്ട് പോകും, അപ്പനൊരു വിരോധമില്ല. ഉം. ഉം. വാഴക്കൊല മുഴുവൻ നീ പറഞ്ഞു തിന്നോടാ, എനിക്കൊരു വിരോധമില്ല. ഇനി വീട്ടിലെ കാശ് മുഴുവൻ അടിച്ചു കളയ, പൊക്കോട്ടെ. ഉം. പക്ഷെ ഇത് പറ്റത്തില്ല. ഡിസേർവിങ്. നീ എൻ്റെ മോനാണോ? മോനാ.
പക്ഷെ നീ ചോദിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല. ഉം. ശലോമയോട് കർത്താവ് പറഞ്ഞതാ, ഉം. എൻ്റെ ഒരു മോനെ അടുത്ത വശത്തും മറ്റേ മോൻ വലത്ത വശത്തും. ഉം. നിനക്കറിയാമോ നീ എന്തോ ചോദിക്കുന്നത്? ഉം. നീ ചോദിക്കുന്നത് എന്താന്ന് നിനക്കറിയാമോ? എനി ഐഡിയ? ഉം. ഒരു ഐഡിയ ഇല്ല, അല്ലേ? അപ്പം ഉം. നമ്മൾ ഡിസേർവിങ് അല്ലാത്തത് കൊണ്ട് മറുപടി കിട്ടുന്നില്ല. മറുപടി കൊടുക്കുന്നില്ല. ആൻഡ് യു ആസ്ക് മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ റോങ് ടൈം. ഉം. എൻ്റെ വൈഫിന് ഉം. 2 അനിയത്തിമാരുണ്ട്. ഉം. അതിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ വർഷം തന്നെ രണ്ടാമത്തെ അനിയത്തി കല്യാണം കഴിഞ്ഞു. ഉം. അവൾക്കൊരു മോളും ഉണ്ടായി. ഉം. മൂന്നാമത്തെ അനിയത്തി കല്യാണം കഴിക്കാതെ കുറേ ഡിലേ ആയി. ഉം. അപ്പം ഇവളൊന്നും പ്രാർത്ഥിക്കും കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ഈ കുഞ്ഞുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുടെ മോള്, ഉം. അവൾക്കൊരു 3-4 വയസ്സുണ്ട്. അവളും ഈ അമ്മയുടെ അനിയത്തിയുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കും. ഉം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ഉണ്ടെന്ന്, കർത്താവേ സുമി ആൻറ്റിയുടെ കല്യാണം ഈ വർഷം നടക്കണം, എൻ്റെയും കല്യാണം നടക്കണം, എൻ്റെയും കല്യാണം നടക്കണം. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അപ്പിക്ക്. ഉം. ആ ആദ്യത്തെ ഭാഗം ദൈവം പ്രാർത്ഥന കേട്ടു. ഉം. രണ്ടാമത്തെ ഭാഗം കൂടെ കാണാൻ കേട്ടു പോയിരുന്നെങ്കിൽ അതെ. ശൈശവ വിവാഹം. ഉം. എൻ്റെ ദൈവമേ, നമ്മുടെ എത്രയോ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരാത്തത് കൊണ്ട് സ്തോത്രം. ഉം. എന്താ ചോദിക്കും? നമ്മൾ അറിയുന്നില്ല. അതെ. എന്തോ എന്താ ചോദിക്കും? നമ്മൾ അറിയുന്നില്ല. അതെ. ഇനി ദൈവം എങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്? ഉം. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ? എങ്ങനെയാ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്? എല്ലാ ദൈവത്തിൻ്റെ അടുത്ത് ഉം. ഏഞ്ചലിക് പ്രസൻസ് ഉണ്ട്. ഉം. എല്ലാ ദൈവം. ഒന്ന്, യഹോവയുടെ ദൂതൻ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ പിടിവിക്കുന്നു. രക്ഷിക്കണം. ഉം. ഒരു ദൈവവേദന അപകടത്തിലാകുമെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഉം. അവൻ ദൈവത്തോട് സഹായം ചോദിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഉം. ഇല്ലേ, പോയി. ഉം. ഒരു ലീജിയനാണ് അവിടെ ഇറങ്ങുന്നത്, ഒരു പാളയം ഇറങ്ങുക അവനെ പിടിക്കാൻ. ഉം. അത് ഒന്ന്. രണ്ട്, ഈ ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഉം. നമ്മുടെ എല്ലാവരുടെ അടുത്തുണ്ട്. ഉം. നമ്മൾ പറയുന്ന ഏത് വാക്കും ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഉം. അദ്ദേഹം റിപ്പോർട്ട് എഴുതും. ഉം. അദ്ദേഹത്തിൻ്റെ സമയം അറ്റയാൻ കഴിയുമ്പോൾ നേരെ സൗകര്യത്തിൽ കൊണ്ടു കൊടുക്കും. ഉം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തിനെ ദുഷിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളണം. ഉം. ഉം. അവൻ്റെ ദൂതന്മാർ അവൻ്റെ ദൈവമായ യഹോവയുടെ മുഖം കാണും. മനസ്സിലായി? ഓക്കേ. ഒരുത്തൻ എന്നെ ചീത്ത പറഞ്ഞു, ഉം. കളിയാക്കി, ഇൻസൾട്ട് ചെയ്തു, അല്ല എന്നെ പറ്റി മോശമായി ഉം. സംസാരിച്ചു. ഞാൻ അറിഞ്ഞില്ല. ഉം. പക്ഷെ ആരറിഞ്ഞു? ദൂതൻ അറിഞ്ഞു. ഉം. ദൂതൻ സ്വർഗത്തിൽ അന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കും, ഉം. അങ്ങയുടെ ദാസനായ ബാബുജോനെതിരായിട്ട് ഇന്ന ആള് ഉം. ദുരുദ്ദേശത്തോട് സംസാരിക്കുന്നു, പെരുമാറുന്നുണ്ട്. ഉം. അത് റിപ്പോർട്ടറാണ്, ഉം. രണ്ടാമത്തെ ദൂതൻ. അപ്പോൾ ഇയാൾ പോയി കഴിയുമ്പോൾ അടുത്ത ആൾ വന്നു കഴിയും. അതെ. ഉം. ഇനി മൂന്നാമതൊരാളുണ്ട്, പുള്ളി ഒരു സൈലന്റ് ഒബ്സർവറാണ്. ഉം. ഇദ്ദേഹത്തിന് പണി എന്നറിയാമോ? നമ്മളുടെ പ്രാർത്ഥനകൾ കളക്ട് ചെയ്യുന്നതാണ്. ഉം. അതിന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ കലശമുണ്ട്, ഗോൾഡൻ ബൗളുണ്ട്. എന്തിനാ ഈ ഗോൾഡൻ ബൗൾ കൊടുത്തിരിക്കുന്നത്? ഉം. ഇപ്പം നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോകുക, സാധനത്തിൻ്റെ വാല്യൂ അനുസരിച്ച് അത് കൊണ്ടുപോകുന്ന ബാഗ് ഇരിക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും. ആയിരിക്കും മത്തി മേടിക്കുന്ന ഒരു ബാഗുണ്ട്, ഉം. പ്ലാസ്റ്റിക് സഞ്ചി, അത് കഴുകത്ത് പോലുമില്ല. ഉം. അതവിടെ ഒരു വള്ളിയിലിങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഉം. മീൻകാരൻ വഴി വരുന്നിട്ട് ഞാൻ ഇതും കൊണ്ട് ഓടിക്കൊണ്ടാണ് പോകുന്നത്. മത്തി മേടിക്കുന്ന സഞ്ചിക്ക് അത്രയുള്ള വിലയേ ഉള്ളൂ. ഉള്ളിൽ കൽപ്പിച്ചിട്ട്. ഉം. കുറച്ചുകൂടെ നല്ല സഞ്ചിയാണ് അരി മേടിക്കാൻ കൊണ്ടുവന്നത്. ഉം. നമ്മൾ മേടിക്കാൻ
കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അത് പൊതിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം. അതെ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഗോൾഡൻ ബൗൾ, ഉം. സ്വർണ്ണ കലശം കൊടുത്ത് ഒരു ദൂതനെ അയച്ചിരിക്കുക. ഉം. എന്തിന്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ശേഖരിക്കാൻ. ഉം. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ വില എന്തുവാ? വളരെ വിലയേറിയത്. അത്രയും വിലയുണ്ട്. ഈ കലശം തീർന്നു കഴിഞ്ഞ് നിറഞ്ഞു കഴിയുമ്പം ഇദ്ദേഹം ഈ പ്രാർത്ഥനയോട് സ്വർഗത്തിൽ പോവുക. വെളിപ്പാട് പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ പോവുക. അവിടെ ചെല്ലുമ്പം നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു ചെറിയൊരു ഇതെടുക്കാം. ഒന്ന്, ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അത്യുച്ചത്തിൽ അന്യോന്യം പറഞ്ഞ് ആർത്ത് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലുണ്ട്. രണ്ട്, ഈ കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കുഞ്ഞാടിനോടും പിതാവായ ദൈവത്തോടും ആരാധന നടന്നൊരു കൂട്ടരുണ്ട്. അവരവരുടെ കിരീടങ്ങളെ താഴ്ച വെച്ച് വീണ് നമസ്കരിക്കുമ്പോൾ ഈ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ, വലിയ കാഹളനാദം പോലെ അത്യുച്ചത്തിൽ ആർത്തു ഘോഷിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. രണ്ട്, 1000 പേര് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. 10,000 പേര് ശുശ്രൂഷ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കാല് തീരുമാനമല്ല എൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ദൂതന്മാരെ കാണുന്ന സേവകാത്മാക്കളാണ്. അത്രയും ബിസിയാണ് സ്വർഗം. അങ്ങനെ ബിസിയായിരിക്കും സ്വർഗത്തിൽ ഈ ദൂതം വരുന്നു ഭൂമിയിൽ. എന്തുകൊണ്ട്? എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൂതൻ അവിടെ വരികയും ഹെവൻ സൈലന്റ്, സ്വർഗം നിശബ്ദമായി. സ്വർഗം എന്തിനാ നിശബ്ദമായത് കേട്ടോണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ദൂതൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ധൂപ പീഠം എരിഞ്ഞുകൊണ്ടിരിക്കുക, സൗരഭ്യവാസന. ആ സൗരഭ്യവാസന എന്ന ധൂപപീഠത്തിൽ ഈ പ്രാർത്ഥനയിട്ടു. അപ്പൊ ഈ സൗരഭ്യവാസനയോടുകൂടെ എൻ്റെ പ്രാർത്ഥന ആടിയപ്പെട്ടു. എൻ്റെ പ്രാർത്ഥന പിതാവിന് സൗരഭ്യവാസനയായിട്ട് സ്വീകരിക്കാനാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കും. നമ്മുടെ ഭാഷ ഒത്തൊന്നിരിക്കത്തില്ല, നമ്മുടെ വെക്കാബിലിറ്റി കറക്റ്റായെന്ന് വരത്തില്ല, ഗ്രാമർ ശരിയായെന്ന് വരത്തില്ല, അല്ലെ പ്രാർത്ഥനയിൽ റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നിരിക്കും, ചർവണം ഉണ്ടായിരുന്നിരിക്കും, അല്ലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ട്രക്ചർ ഇല്ല. നാല് കയറും കേൾക്കുമ്പോൾ ഒരു കയറി. ഇവന്റെ പ്രാർത്ഥന ഈ ഓടിന്റെ മേളിൽ പോകുമോ? എടാ, നിന്റെ പ്രാർത്ഥന ഈ റൂഫിന്റെ മേളിൽ പോകത്തില്ല. അത്രയും വലിയ ലോകം എൻ്റെ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ സ്വർഗീയ പിതാവ് സൗരഭ്യവാസനയായിട്ട് സ്വീകരിക്കുക. ഇത് പ്രാർത്ഥന ഒരു വിലയില്ലെന്ന് ലോകം തള്ളിക്കളഞ്ഞ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് പറയുന്ന ലോകം ഇൻസൾട്ട് ചെയ്ത് തള്ളിക്കളഞ്ഞ പ്രാർത്ഥന സ്വർഗീയ പിതാവിന് സൗരഭ്യവാസനയാണ്. അവർ സൗരഭ്യവാസനയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കലശത്തിൽ അവിടെ ഒരു യാഗപീഠമുണ്ട്. യാഗപീഠത്തിൽ നിന്ന് കനലെടുത്ത് ഇതിലിടാൻ പറഞ്ഞു. ഇതിനകത്ത് എൻ്റെ പ്രാർത്ഥനയുടെ എംറ്റിയായ കലശത്തിനകത്ത്. എന്തിനാ? മറുപടി കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? തീ കൊണ്ട് മറുപടി കൊടുക്കണം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. ഏലിയോ പറയാ, സ്വർഗത്തിൽ അവിടെ ദൈവമാ, ഞാൻ അങ്ങയുടെ ദാസനാ,
ഉം. ഈ കാണിച്ചു വെച്ചെല്ലാം അങ്ങ് പറഞ്ഞിട്ടാ. ഉം. എന്തോ തെളിവ്? ലെറ്റ് ദ ഫയർ കം ഡൗൺ. ഉം. തീ ഇറങ്ങണം. തീ കൊണ്ട് ഉത്തരവിടണം. എന്നുള്ളത്. പ്രാർത്ഥന കലശത്തിനകത്ത് തീക്കരണ് നിറച്ചപ്പം പറഞ്ഞു, നീ ഒന്ന് കറക്കാൻ പറഞ്ഞു. ഉം. എന്നിട്ട് താഴോട്ട് എറിയാൻ പറഞ്ഞു. ഉം. നിന്നെ കറക്കി എറിയാൻ പറയുന്നത് അറിയാമോ? മാൻ ബാംഗ്ലൂരിലിരിക്കുക. ഉം. ഒരു കുഞ്ഞ് യൂറപ്പിലാ, ഉം. മറ്റൊന്ന് അമേരിക്കയിലാ. ഉം. മാൻ പ്രാർത്ഥിക്കുന്ന എവിടെ ഇരുന്നാ? ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്നാ. പ്രാർത്ഥന വിഷയം എവിടെ കിടക്കുന്നത്? യൂറോപ്പ്. അമേരിക്കയിലും യൂറപ്പിലും കിടക്കുക. ഉം. മറുപടി എവിടെ എത്തണം? അവിടെ എത്തും. മറുപടി അവിടെ എത്തണം. അപ്പം തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഉള്ളൊരു അധ്യാപകനായാൽ ഉം. ചില പാതിരാത്രി ആൾക്കാർ വിളിക്കും, ഉം. സാർ ഞാൻ ഭയങ്കര കഷ്ടത്തിലാണ്, പ്രാർത്ഥിക്കും, കർത്താവ് മറുപടി അയക്കണം. ഞാൻ ലണ്ടനിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, അതെ. ഉം. മറുപടി ഓസ്ട്രേലിയയിലും കാനഡയിലും USA-യിലും എത്തിക്കും. കേരളത്തിലും ഗൾഫിലും ലോകത്തിന്റെ പല ഭാഗത്തും അവിടെ എത്തിക്കഴിയും. ഉം. അതുകൊണ്ട് ഇത് കറക്കുന്നത്. അവിടെ എറിയാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? തീ കൊണ്ടൊരു മറുപടി ഉണ്ട്. തീ കൊണ്ടൊരു മറുപടി ഉണ്ട്. ഈ മറുപടി അവിടെ എത്തുമ്പോൾ സംഭവിക്കുന്നത് ഇടിയും മിന്നലും നാദവും ഭൂകമ്പവും. ഉം. പ്രാർത്ഥനയുടെ മറുപടിയാ ഉം. ഇടി. അത് ഒരു ഇടി വെട്ടിയാൽ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ചെകിടനായിരിക്കണം. ഉം. നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ കാര്യങ്ങളിൽ നടക്കുമെന്ന് അത്യുച്ചത്തിൽ മറുപടി. ഉം. മിന്നൽ നഷ്ടപ്പെട്ടു പോയി, ഇരുളായിപ്പോയി. ഒരു മറുപടിയും കാണുന്നില്ല, ഒരു പ്രതീക്ഷയും കാണുന്നില്ല, ഒരു ഉത്തരവും കാണുന്നില്ല. ഇരുളടഞ്ഞ വിഷയങ്ങളുടെ മുമ്പിൽ മിന്നലയച്ച് ദൈവം മറുപടി തരും. നാദം ലോകം കേൾക്കും, ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നത്, ദൈവം അവരിൽ വൻകാര്യം ചെയ്തു എന്ന് അന്ന് ലോകം പറയും. ഭൂകമ്പം. ഭൂകമ്പം. ഒരു ഭൂകമ്പം ഉണ്ടായാൽ മിക്കവാറും സ്ട്രക്ചറൊക്കെ ഇടിയും, അല്ലേ? ഇടിയും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഷേക്കിംഗ് പവർ എന്നാ. എന്തിൻ്റെ? ഇത് 12 വർഷമായതാ, 14 വർഷമായതാ, 18 വർഷമായി, 20 വർഷം പഴകിയ രോഗമാണ്. ഇത് പാരമ്പര്യമായിട്ട് ബന്ധനമാണ്. ദൈവം തീ കൊണ്ട് മറുപടി അയക്കുമ്പോൾ ഇടിയും മിന്നലും നാദവും ഭൂകമ്പവും അതിൻ്റെ അടിത്തറ വരെ തകർന്നു പോകും. അങ്ങനെ ആ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. ബട്ട് ദെൻ ദർ ഇസ് എ ക്വസ്റ്റ്യൻ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ സ്വർഗീയ പിതാവ് സൗരഭ്യവാസനയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഈ ഗോൾഡൻ ബൗളിനകത്ത് കൊണ്ടുപോയത്? അതിൽ ഒരു ഞരക്കം പോലും, ഒരു നൊമ്പരം പോലും നഷ്ടമാകരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ വാചകത്തിന്റെ കസർത്തിലല്ല, ഹൃദയത്തിന്റെ ഞെരുക്കങ്ങളാ. ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളുണ്ടോ ഹൃദയത്തിൽ? നീറ്റലുകളുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ, നൊമ്പരം. അതാ ഈ പാത്രത്തിൽ ചെല്ലുന്നത്, ഭാഷയല്ല. അതിൻ്റെ പിന്നിലെ ഞരക്കങ്ങളാ ഈ പാത്രത്തിൽ ചെല്ലുന്നത്. അത് ലോകത്തിന് വലുതല്ല. കാരണം ഹന്ന എന്നൊരു സ്ത്രീ അവിടെ നിന്ന് പിതുമ്പുക, ഇല്ലയോ? പുരോഹിതൻ എന്താ പറഞ്ഞു? വെള്ളം അടിച്ചിട്ട് ഫിറ്റായിരിക്കാന്ന് പറഞ്ഞല്ലേ? ഉച്ചരിച്ചുകൂടാത്ത ഭാരങ്ങളാ ഹൃദയത്തിലും. ഭാഷ കൊണ്ട് പറഞ്ഞറിയാൻ കഴിയാത്ത ഭാരങ്ങൾ അവൾ കരയുക. ഒരുപാട് ദൈവക്കുള്ള അനുഭവമാണ്.
എൻ്റെ ജീവിതത്തിന് അനുഭവം ഇത് മാത്രമാണ്. ആ ഞരക്കങ്ങളൊക്കെ എവിടെ പോയി? പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ എവിടെ പോയി? വിശ്വസ്തനായൊരു ദൈവത്തോടെ പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസം ദൈവത്തിന് മറുപടി പറയാൻ നിർബന്ധിതനാണ്. ഞാൻ ദൈവസന്നിധിക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനകളോട് വെളിപ്പെട്ട് വരും. അതിനെന്ത് മറുപടി പറഞ്ഞ്, അതിലെന്ത് ചെയ്തു, എന്ത് തീരുമാനം എടുത്തു എന്ന് ദൈവം എന്നോട് പറയാൻ ബാധ്യസ്ഥനാണ്. അത്രയും വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അത്രയും വിശ്വസ്തനായ ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നതെങ്കിൽ എന്താ വിശ്വസിച്ചാൽ അതിൻ്റെ പ്രാർത്ഥന എവിടെ പോയി? നീ 5-10 കൊല്ലമായാലും പ്രാർത്ഥിക്കുന്നവരോട് എവിടെ പോയി? മറുപടി ഉണ്ട്. അവിടെ സൗരഭ്യവാസനായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ഉത്തരം ഭൂമിയിൽ ഇറങ്ങുന്നത്? ഇടിയും മിന്നലും നാദവും ഭൂകമ്പമായിട്ട് തീ കൊണ്ട് ഉത്തരവിറങ്ങുന്നത് ദൈവമുണ്ട്. ഇങ്ങനെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞു ലോങ് ആൻസർ എന്ന് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് സർ. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതും നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണെന്നുള്ളത് വളരെ നല്ല രീതിയിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, പ്രാർത്ഥന വൃഥാവല്ല എന്നത് വളരെ ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ ഇവിടെ പൂർത്തീകരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിച്ചാൽ ഡോക്ടർ ബാബു ജോൺ വേട്ടമത് സർ അടുത്ത എപ്പിസോഡുകളിൽ അതിന്റെ ഉത്തരം നൽകുന്നതായിരിക്കും. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. May God bless you all. Thank you once again.